PM കിസാൻ 20-ാം ഗഡു തീയതി വന്നു. PM കിസാൻ അക്കൗണ്ടിലേക്ക്. PM കിസാൻ 2000 വിതരണം ഉടൻ. PM കിസാൻ തുക വിതരണം ചെയ്യുന്നു. തീയതി പ്രഖ്യാപിച്ചു. PM കിസാൻ 2000 തീയതി. മോദിജിയുടെ സമ്മാനം കാത്തിരിപ്പ് തീരുന്നു. PM കിസാൻ വിതരണ അറിയിപ്പ്. 2000 വീണ്ടും അക്കൗണ്ടിൽ. അങ്ങനെ നീളുന്നു കാര്യങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങൾ കണ്ടുമടുത്ത തമ്മേലുകളായിരിക്കും. ഇതാ ഈ മാസത്തിൽ PM കിസാൻ അക്കൗണ്ടുകളിൽ എത്തുന്നു എന്നാണ് ഈ വീഡിയോകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുക. ആട്ടെ, എന്നിട്ട് ആർക്കെങ്കിലും കഴിഞ്ഞ മാസത്തിൽ PM കിസാൻ കിട്ടിയവരുണ്ടോ? ഒരു കാര്യം തന്നെ പലതവണ പല വീഡിയോകളായി പറയുക. ഇതൊക്കെ കണ്ട് നമ്മൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുകയും ചെയ്യും. അതാണല്ലോ ആ തംബ്നെയിലുകളുടെ പവർ. ശരി, പറഞ്ഞോട്ടെ. പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം വേണ്ടേ? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ കാര്യം ആർക്കും പ്രവചിക്കാൻ കഴിയുന്നതല്ല. അത് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ എന്ന്. ഇനിയെങ്കിലും ഈ പൊള്ളത്തരൻ തിരിച്ചറിയും. ഇനി അവർ പറയാൻ പോകുന്നത് എന്താണെന്ന് ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വയ്ക്കാം. PM കിസാൻ കഴിഞ്ഞ മാസം വന്നില്ല, അതുകൊണ്ട് ഈ മാസം ഉറപ്പായും വരും എന്നായിരിക്കും പറയാൻ പോകുന്നത്. PM കിസാൻ ഈ മാസം വരുമെന്ന് ആരും പറയേണ്ട കാര്യമില്ലെന്ന് എല്ലാ കർഷകർക്കും അറിയാം. കാരണം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലെ ഗഡുവാണ് വരാൻ പോകുന്നത് എന്നതുകൊണ്ടും അതിലെ അവസാന മാസമാണ് ജൂലൈ എന്നതുകൊണ്ടും ഈ മാസം വരുമെന്ന് എല്ലാവർക്കും അറിയാം. അതിനി ആരും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതുകൊണ്ട് ഉറപ്പിച്ചോളൂ, ജൂലൈ മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം PM കിസാൻ വരാതിരിക്കില്ല. അതുപോലെ PM കിസാൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും അഗ്രിസ്റ്റാക്ക് എന്ന പോർട്ടലിലേക്ക് രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. മൊബൈൽ ആപ്ലിക്കേഷനുകൾ കൈകാര്യം ചെയ്ത് പ്രാവീണ്യമുള്ളവർക്ക് സ്വന്തം മൊബൈലിലൂടെ ചെയ്യാവുന്നതാണ്. ബുദ്ധിമുട്ടുള്ളവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ കൃഷിഭവനിൽ നേരിട്ടെത്തിയോ ചെയ്യാവുന്നതുമാണ്. ഇപ്പോൾ നിർബന്ധമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഭാവിയിൽ നിർബന്ധമായേക്കാം എന്നുള്ളതിനാൽ ആരും ചെയ്യാതിരിക്കരുത്. ആവശ്യമായ രേഖകൾ എന്ന് പറയുന്നത് ആധാർ കാർഡും ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പറും കരമടച്ച രസീതുമാണ്. അഗ്രിസ്റ്റാക്ക് എന്താണെന്നും എന്തിനാണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അതിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നും OTP വരാത്ത പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാമെന്നും ഒക്കെ വിശദീകരിക്കുന്ന വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കാണാവുന്നതാണ്. എൻഡ് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലുമൊക്കെ കൊടുക്കുന്നുണ്ട്. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.